ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാവിലെ ആയി. ഞാൻ എണീറ്റത് ഇപ്പോഴാണ്. പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൂരത്തൊരു പുഴ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ യാത്ര ചെയ്തിട്ടും ഇവിടെയൊന്നും പുഴയോ അങ്ങനെ നദികളൊന്നും കാണാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അത്യാവശ്യം നീട്ടത്തിലുള്ളൊരു പുഴയാണ് കേട്ടോ. കാണാൻ രസമുണ്ട്. തൊട്ടടുത്ത് കുറേ ആൾക്കാരൊക്കെ അവിടെ മീൻ പിടിക്കാൻ ഇതൊക്കെ ഇരിക്കണ ഞാൻ ദൂരെ നിന്ന് കണ്ടിരുന്നു. കണ്ടോ, റോഡിന്റെ അടുത്ത് വരെ ഉണ്ട്. പായലൊക്കെ ഉള്ളൊരു പുഴയാണത്. കുറച്ച് ദൂരം വരെ ഉണ്ട് ആ പുഴയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയടുത്ത് ചായ കുടിക്കണ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളൊക്കെയാണ്. എങ്കിലും അതിലെ കൂടെ കുറച്ച് നടന്നു നോക്കി. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റോ കണ്ടു ഉള്ളൂ ഇവിടുത്തെ സമയം. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. വണ്ടി നിർത്തി. ഞാനപ്പോൾ തന്നെ അവൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അവിടുത്തുകാരൻ. അപ്പോൾ പുള്ളിയുടെ കൂടെ ഞാൻ പോയി എന്താ ഭക്ഷണം കഴിക്കണേന്ന് നോക്കാൻ വേണ്ടി. എന്നിട്ട് അതുപോലത്തെ മേടിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനും പഴം പുഴുങ്ങിയതും കൂടിയൊക്കെ ഒരുമിച്ച് വെച്ചേക്കുന്നത് കണ്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം പൊട്ടറ്റോ ഉണ്ട്. ചിക്കനും പഴം പുഴുങ്ങിയതും പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ഞാൻ പോയിട്ടപ്പോൾ ന്യൂഡിൽസ് ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂഡിൽസ് മേടിച്ചോടുന്നു. ന്യൂഡിൽസും 2-3 കഷ്ണം ബീഫിൻ്റെ കഷ്ണം അതൊട്ട് നേരെ വണ്ടിയുടെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അവിടെ പുറത്തിരുന്ന് അധികം കഴിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ തന്നെ വണ്ടി എടുക്കും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് യാത്ര തുടങ്ങി. നല്ല ഭംഗിയുള്ള വഴികളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള വഴികളാണ് പിന്നീടുള്ളതെല്ലാം. ദൂരെ മലകളൊക്കെ കാണാം. ഇതിങ്ങനെയാണ്. കുറേ യാത്ര ചെയ്യുമ്പോഴാണ് എവിടെയെങ്കിലും കുറച്ച് ആൾക്കാരെ കാണുന്നൊരു സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ വിജനമായ വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എല്ലാം 1 ലൈൻ വഴികളാണ്. 1 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ. കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അതിനിടക്ക്. അവിടെയൊക്കെയാണ് ഈ കാണുന്നത്. ഒന്നാമത് ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഉറക്കമൊന്നും ശരിയായില്ല. അതിൻ്റെ ഇടയ്ക്ക് TV-യിൽ രാവിലെ തന്നെ ഒരു സീരിയൽ എന്നാണ്ടൊക്കെ TV-യിൽ വെക്കും. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ ആ സീരിയൽ. കണ്ട ആൾക്കാർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കണതാണ്. സിനിമയല്ല, ഏതോ സീരിയൽ പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിലെ പോലെയും അവിടെ ഉണ്ടാകും. ഞാനൊരു മരം നിങ്ങളെ പരിചയപ്പെടുത്തരാം. ആഫ്രിക്കയിലെ ഏറ്റവും വലുതും ദീർഘായുസുള്ളതുമായ ആൻജിയോ ബീജവൃക്ഷമായ ബയോബോബ്സ് എന്ന് പറഞ്ഞൊരു മരമാണത്. ഇത് വർഷങ്ങളോളം നിൽക്കും. പക്ഷേ ഈ കഴിഞ്ഞ അടുത്തായിട്ട് ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കണം ഈ കാടുകളിൽ നിന്നൊക്കെ. ഞാൻ പല പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വൃക്ഷത്തിൻ്റെ പടങ്ങൾ. അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങൾ, നമ്മൾ കാണാത്ത വൃക്ഷങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു വില്ലേജിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി വണ്ടി. ഏതാണ്ട് 2 മിനിറ്റ് നിർത്തിയുള്ളൂ. അപ്പോൾ തന്നെ ആൾക്കാർ പല ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് അവിടെ ഓടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടർന്നു. ഇതാണ് അവിടുത്തെ റെയിൽവേ ട്രാക്ക്. പണി നടക്കണേ ഉള്ളൂ. ഇവിടെ ട്രെയിനൊന്നും ഓടണത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ട്രെയിനുള്ളതെന്നൊക്കെ പറയണ്ടായിരുന്നു. ഇതെങ്ങനെ നീണ്ടു പോയേക്കണേ. ഇവിടെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ട്രെയിൻ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും യാത്ര ചെയ്യാനൊരു എളുപ്പമായിരുന്നു. ഇതിപ്പോൾ ഡൊഡോമ ടൗണിലോട്ട് അടുത്തിട്ടിരിക്കണേണ്. ഡൊഡോമ എന്ന് പറയുന്നത് ടാൻസാനിയയുടെ തലസ്ഥാനമായിട്ട് വരും. തലസ്ഥാന നഗരിയാണ്. അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തിയേക്കണേണ്. ഇപ്പം അവിടെയും അധികം സമയമൊന്നും നിർത്തില്ല. അപ്പോൾ
അപ്പോൾ ഗ്ലാസ്സിലൂടെ തന്നെ ആൾക്കാർ പല ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു. നേരത്തെ കണ്ടില്ല അതേപോലത്തെ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൻ്റെ അവിടെ കൊണ്ട് നിർത്തി. അതൊരു ഭാഗ്യമായി പോയി കുറേ നേരത്തെ. ഇത് പക്ഷേ ഇത് എത്ര നേരം നിർത്തുമെന്നൊന്നും നമുക്കറിയില്ല. പേടിയായതുകൊണ്ട് നമ്മൾ ദൂരോട്ടൊന്നും മാറി നിൽക്കില്ല. അവിടെ തന്നെ നിന്നിട്ട് ഭക്ഷണം കഴിക്കും. എല്ലാവരും വണ്ടിയിൽ പോയിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത്. ഞാനപ്പോൾ ഈ വരുന്ന ആളാണ് അതിൻ്റെ വണ്ടിയുടെ ഡ്രൈവർ. അപ്പോൾ തന്നെ ഞാൻ അത് നോക്കി ഭക്ഷണമൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ തന്നെ വണ്ടിയിൽ കയറി വണ്ടി അപ്പം തന്നെ എടുത്തു. ഇതാണ് ബുദ്ധിമുട്ടേ. ഇത്രയും ദൂരെ പോകാൻ നേരത്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർത്തൽ വളരെ കുറവാണ്. അപ്പോൾ തന്നെ ഒരു പെണ്ണ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ KSRTCയിലൊക്കെ വിൽക്കുന്ന പോലെ ഈ ബ്രഷ്, ചീപ്പ്, പേന, അത് ഐറ്റമൊക്കെ വിൽക്കാൻ വേണ്ടി കയറിയത്. ഇപ്പോൾ ദാറുസലാം എടുക്കാറായി. അതാണിപ്പോൾ ഇത് സിറ്റി സർവീസ് ബസ്സുകളാണ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി മാത്രം നടുക്കൂടി ഒരു ട്രാക്ക് വെച്ചിട്ടുണ്ട്. ആ വണ്ടി മാത്രമേ പോകത്തുള്ളൂ. സിറ്റി സർവീസാണ്. ഈ സിറ്റി സർവീസ് തുടങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറുസലാം എത്താറായി. ഇപ്പം നടുക്ക് കാണുന്ന സ്ഥലമാണ് അവർക്ക് ആ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു ബസ് സ്റ്റാൻഡ് പോലെ നടുക്ക് തന്നെ വെച്ചേക്കണതാണ്. അപ്പോൾ 2 വശത്ത് നെറ്റടിച്ച് ഇട്ടേക്കണതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി മാത്രമേ സിറ്റി സർവീസ് ബസ്സുകൾ പോകത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ ബസ് സ്റ്റോപ്പ് ഇരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വണ്ടികളും ദീർഘദൂര ബസ്സുകളെല്ലാം തൊട്ടപ്പുറത്തുനിന്നും ഗ്രില്ലിൻ്റെ അപ്പുറത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. നടുക്കൂടി വേറെ വണ്ടിക്കൊന്നും പോകാൻ പാടില്ല. അതൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടേക്കണത്. അപ്പോൾ തന്നെ ഇത് ദാറുസലാമിൻ്റെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ മാറി ഇത് ഹാപ്പിനെസിൻ്റെ ഓഫീസിലാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയേക്കണത്. ഇത് ആ സ്ഥലത്തിൻ്റെ പേര് ഷക്കിലാങ്കോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ കൂടി പോകണം നമ്മുടെ ടൗണിലോട്ട് പോകണമെങ്കിൽ. എൻ്റെ ഹോട്ടലിൽ ഞാൻ താമസിക്കുന്നത് ടൗണിലാണ്. അപ്പം ഞാൻ ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി അവരെ ഓട്ടോക്കാർ തന്നെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ഓട്ടോക്കാരനെ കണ്ട് ആ വണ്ടിയിൽ കയറി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ടൗണിലോട്ട് ഓട്ടോയിലാണ് പോയത്. ഈ ബസ് അവിടെ വരെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ആ ബസ് ഓട്ടോ തന്നെ അങ്ങനെ പോയി. പുള്ളിയുടെ മുതുകത്തെന്തോ ചൈന എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണത്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയുള്ള ഓട്ടോറിക്ഷ സംവിധാനമാണ്. അവിടെ എല്ലാവരും ഓട്ടോനെ ബജാജ് എന്നാണ് അവർ വിളിക്കുന്നത്. എല്ലാം ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ ചെറിയ മാർക്കറ്റുകളാണ്. ടൗണിലോട്ട് അടുത്തെത്തും തോറും സൈഡിൽ ചെറിയ മാർക്കറ്റുകൾ കാണാൻ പറ്റും. അത്യാവശ്യം തിരക്കും ചൂടും ഒക്കെയുള്ളൊരു സ്ഥലമാണത്. ഞാൻ നിൽക്കുന്ന ഗ്രാമപ്രദേശത്തെ അനുസരിച്ച് നോക്കാൻ നേരത്തെ ഇവിടെ നല്ല തിരക്കാണ്. ഒരുപാട് കടകളും ഒരുപാട് ആൾക്കാർ പുറത്താ ദൂരെ നിന്നൊക്കെ വന്നവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ മെയിൻ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നതും ദാറുസലാമിൽ തന്നെയാണ്. അങ്ങനെ പോയി ഏതാണ്ട് റോഡിൽ ബ്ലോക്കിൽ നിർത്തിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെയൊക്കെ തന്നെയാണ്. സാധനങ്ങളും വിൽക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. പല സാധനങ്ങളൊക്കെ ആയിട്ട് ചങ്ങല, കത്തി, വടിവാളൊക്കെയാണ് വിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. ഞാൻ പൈസ കൊടുത്ത് വിട്ട്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഇത് അവിടെ ചെന്നപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. അവിടുത്തെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.